വൈകുന്നേരം ആയപ്പോഴേക്കും ഗുലാബ് ജാമുൻ തിന്നാൻ എനിക്ക് ഭയങ്കര കൊതി. ഞാനൊരു മധുരപ്രിയയാണേ. പക്ഷെ ഇനിയിപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പുറത്ത് പോകാൻ വയ്യേനും. അപ്പോഴാണ് വീട്ടിൽ ബ്രെഡ് ഇരിക്കുന്ന കാര്യം ആലോചിച്ചത്. എന്നാൽ പിന്നെ അതുകൊണ്ടൊരു താജ്മഹൽ പണിയാന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ഒരു 4-5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ അറഞ്ചം പുറഞ്ചും ഞാൻ അതിനെ ആക്രമിച്ച് പൊടി പരുവത്തിലാക്കി എടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്തു കേട്ടോ. അതൊന്ന് കുഴഞ്ഞു മറിയാൻ ആവശ്യമായിട്ടുള്ള അത്രയും പാൽ അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുത്തു. എന്നിട്ട് എൻ്റെ അറഞ്ചം പുറഞ്ച ആക്രമണം ഞാൻ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. നല്ലോണം കുഴച്ച് ഞാൻ ഇതുപോലൊരു വലിയ ഉണ്ട പരുവത്തിൽ അതിനെ ആക്കിയെടുത്തു. ആക്രമണം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ പഞ്ചസാര പാനി ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് പോയി. കുറച്ച് വെള്ളം എടുത്ത് ആവശ്യത്തിന് പഞ്ചസാര അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഇളക്കിയെടുത്തു. ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആവുന്ന വരെ നമ്മളത് ഇളക്കണമല്ലോ. അതിനെ അവിടെ സൈഡിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വലിയ അമ്മയുണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ കുറെ കുഞ്ഞുണ്ടകളെ ഉണ്ടാക്കി. എന്നിട്ട് കുഞ്ഞുണ്ടാസിനെ ഓരോന്നായിട്ട് പഞ്ചസാര പാനിയിലേക്ക് ഇട്ടു. പക്ഷെ ചെറുതായിട്ടൊരു അബദ്ധം പറ്റി. നല്ലോണം വറുത്തിട്ട് വേണമായിരുന്നു ഈ കുഞ്ഞുണ്ടാസിനെ എടുത്ത് ഈ പാനിയിലേക്ക് ഇടാനായിട്ട്. പക്ഷെ ഞാൻ ഡയറക്റ്റായിട്ട് ഇട്ടത് കൊണ്ട് സംഭവം അത്ര ഉള്ളിലൊന്നും അത്ര നന്നായിട്ട് വെന്ത് വന്നില്ല. കൂടുതൽ വേവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പാനി വറ്റി പോകുന്നുള്ളത് കൊണ്ട് പിന്നെ ഞാൻ അതവിടെ വെച്ചങ്ങ് നിർത്തി. അങ്ങനെ എൻ്റെ ആക്രമണത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും അവസാനം ഗുലാബ് ജാമുൻ റെഡി. വീട്ടിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സെർവ് ചെയ്യാനായിട്ട് ആദ്യം ബൗളിലേക്ക് കുറച്ച് ഐസ്ക്രീം വെച്ചു. പിന്നെ അതിൻ്റെ മേളിലേക്ക് അല്പം ഹണി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഗുലാബ് ജാമുനും കൂടെ വെച്ചു കൊടുത്തു. അങ്ങനെ എൻ്റെ അടിപൊളി ഗുലാബ് ജാമുൻ റെഡി.